വാർത്താക്കുറിപ്പ് വന്നത് വി മുരളീധരന്റെ ഫോൺ പിടിച്ചെടുക്കണം, അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷിക്കണം സ്വർണ്ണക്കടത്തിൽ. നേരിട്ട് വി മുരളീധരന് ബന്ധമുണ്ടെന്ന ആരോപണമാണ് ഇപ്പോൾ ഇടതുമുന്നണി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തുടക്കുകയാണ്. കോവിഡ് കണക്കുകൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പറയും. കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഏത് രീതിയിലുള്ള കണക്കുകളാണ് ഇന്ന് വരിക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടങ്ങുന്ന തത്സമയത്തിലേക്ക്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 2397 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. അതിൽ 2317 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. 2225 പേർ രോഗവിമുക്തരായിട്ടുണ്ട്. കോവിഡ് മൂലം 6 പേരാണ് ഇന്ന് മരണമടഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിലാണ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ച തോതിൽ തുടരുന്നത്. ഇന്ന് 408 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ തന്നെ 49 പേർക്ക് എവിടെ നിന്ന് രോഗബാധയുണ്ടായി എന്ന് വ്യക്തമല്ല. മലപ്പുറം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഇന്ന് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 200-ലധികമാണ്. ആകെയുള്ള പരിശോധന കഴിഞ്ഞ 24 മണിക്കൂറിൽ 34,988 ആയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്താകെ 23,277 കോവിഡ് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. ഇന്നലെ വരെ പുറത്തുനിന്ന് 8,69,655 പേർ വന്നിട്ടുണ്ട്. അതിൽ 3,32,582 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 5,37,000 പേരിൽ 62% കോവിഡ് റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ്. ഓണക്കാലമായതുകൊണ്ട് ആളുകളുടെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. സമ്പർക്ക വ്യാപനം കൂടിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഏതൊരു പകർച്ചവ്യാധിയുടെയും സ്വാഭാവികമായ ഒരു ഘട്ടമാണിത്. പലവട്ടം വ്യക്തമാക്കിയതുപോലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശവും കോവിഡ് വ്യാപനത്തിന് ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനവുമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ മെയ്, ജൂൺ മാസങ്ങളിൽ തന്നെ 90% കേസുകളും സമ്പർക്ക വ്യാപനത്തിലൂടെയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് കേരളത്തിൽ അത്തരമൊരു സ്ഥിതിവിശേഷമുണ്ടായത്. എക്സ്പൊണൻഷ്യലായി, അതായത് കുത്തനെ രോഗികളുടെ എണ്ണം കൂടുന്നതിനു പകരം ക്രമാനുഗതമായാണ് സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം വർദ്ധിച്ചത്. നാം സ്വീകരിച്ച മുൻകരുതലുകൾ, കാണിച്ച ജാഗ്രത, അതിൻ്റെയൊക്കെ ഗുണഫലമായാണ് ഈ രീതിയിൽ സംഭവിച്ചത്. സമ്പർക്കം വഴി കൂടുതൽ പേരിലേക്ക് രോഗം ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നാം എത്തി നിൽക്കുകയാണ്. ഇവിടെ നാം കാണിക്കേണ്ടത് രോഗികളുടെ എണ്ണം പൊടുന്നനെ കൂടാതിരിക്കാനുള്ള ജാഗ്രതയാണ്.
രോഗികളുടെ എണ്ണം വല്ലാതെ കൂടിയാൽ മരണത്തിന്റെ എണ്ണവും വല്ലാതെ കൂടിയേക്കാം. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. അത് അനുവദിക്കാൻ പറ്റില്ല. ഒരു രോഗം പിടിപെടാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിച്ചേ മതിയാവും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഓണദിനം കടന്നു വരുന്നത്. അസാധാരണമായ ഒരു ലോക സാഹചര്യം. ആ ഘട്ടത്തിലാണ് തിരുവോണം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ അസാധാരണമാം വിധം മ്ലാനമായ അന്തരീക്ഷത്തെ മുറിച്ചു കടക്കാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യുമെന്ന പ്രത്യാശ പറത്തിക്കൊണ്ടാവണം ഇത്തവണത്തെ ഓണാഘോഷം. ഓണം വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിനും അപ്പുറത്ത് അനുകൂലമായ പ്രകാശപൂർണമായ ഒരു കാലമുണ്ട് എന്ന പ്രതീക്ഷ. ഓണം ഭാവിയെ കൂടി പ്രസക്തമാക്കുന്ന ഒരു സങ്കല്പമാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു എന്ന് ആ സങ്കല്പം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തന്നെ വറ്റാത്ത ഊർജത്തിന്റെ കേന്ദ്രമാണ് ആ സങ്കല്പം. എല്ലാ മനുഷ്യരും ഒരുമയിൽ, സമത്വത്തിൽ, സ്നേഹത്തിൽ, സമൃദ്ധിയിൽ കഴിയുന്നൊരു കാലം ഉണ്ടാവണമെന്നാഗ്രഹിച്ച് അതിനായി യത്നിക്കുന്ന ആർക്കും അളവിൽ കവിഞ്ഞ പ്രചോദനം പകർന്നു തരുന്നതാണ് ആ സങ്കല്പം. ഓണം ഉണ്ണുന്നതും ഓണത്തിന് ഒത്തുചേരുന്നതും മലയാളികളുടെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദകരമായ അനുഭവമാണ്. ഏത് പ്രയാസത്തിലും ഓണത്തിന് കുടുംബത്തിലേക്ക് ഓടിയെത്തുന്നതാണ് മലയാളിയുടെ ശീലം. ഈ വർഷം യാത്രകൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പ്രയാസമുണ്ടാക്കുന്ന അനുഭവമാണിത്. കോവിഡ് സൃഷ്ടിച്ച പരിമിതികൾക്കും പ്രയാസങ്ങൾക്കുമിടയിൽ ഓണത്തിന് സാധ്യമായ സഹായങ്ങൾ എത്തിക്കാനും ആനുകൂല്യങ്ങൾ നൽകാനും സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി, എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി സന്തോഷത്തോടെ എല്ലാ മനുഷ്യരും കഴിയുന്ന ഒരു നല്ല കാലത്തിന്റെ പിറവിക്കായി എന്നും പ്രചോദനമാവട്ടെ ഓണം. കോവിഡ് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് ഓണം ആഘോഷിക്കാം. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. കൃത്യമായ കരുതലോടെ ആവണം നമ്മൾ ഓണത്തെ വരവേൽക്കുന്നത്. കോവിഡ്-19 വ്യാപനമുണ്ടാകാൻ ഇട നൽകുന്ന യാതൊരു കാര്യവും സംഭവിക്കാതെ നോക്കണം. പൊതുസദ്യകളും ആളുകൾ കൂട്ടം കൂടുന്ന ആഘോഷ പരിപാടികളും പരിപൂർണമായി ഒഴിവാക്കണം.
ഓണത്തിന്റെ സമയത്ത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ സന്ദർശിക്കുന്ന പതിവ് നമുക്കുണ്ട്. ഇത്തവണ അത്തരം പതിവുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണം. റിവേഴ്സ് ക്വാറന്റൈനിൽ കഴിയുന്ന വയോജനങ്ങളെ സന്ദർശിക്കുന്നത് ഒഴിവാക്കാനും ശ്രമിക്കണം. ഇത്തരം സാഹചര്യത്തിൽ പരിമിതികളുണ്ടെങ്കിലും ഓൺലൈൻ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം കാണുവാനും സംസാരിക്കാനും സന്തോഷം പങ്കുവെക്കാനും ശ്രമിക്കുക. ഓണക്കാലത്ത് വിപണികൾ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് സ്വാഭാവികമാണ്. ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം പരിമിതികളുണ്ട്. നാളെ ഉത്രാടമാണ്. കടകളിൽ പോകുമ്പോൾ കുട്ടികളെയും പ്രായമായവരെയും കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ നിന്നും ഒന്നോ രണ്ടോ പേർ മാത്രം ഷോപ്പിങ്ങിനായി പോകുന്നവർ കൈകൾ സാനിറ്റൈസ് ചെയ്യാനും മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും തയ്യാറാകണം. നേരത്തെ ഓണക്കാലത്തൊക്കെ കടകളിൽ തിരക്ക് കൂടുമ്പോൾ ഷട്ടർ താഴ്ത്തുന്ന രീതി ചില കടക്കാർ സ്വീകരിക്കാറുണ്ട്. ഇപ്പോ ഒരു കടയിലും സാധാരണയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് കൃത്യമായി പാലിച്ചു പോകണം. ഓരോ കടയുടെയും സാധ്യതക്കനുസരിച്ചുള്ളവർ മാത്രമേ ഒരു സമയം കടക്കുള്ളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. മാത്രമല്ല, പഴയതുപോലെ ഷട്ടർ അടച്ചിടാനേ പാടില്ല. കാരണം അങ്ങനെ വന്നാൽ വായുസഞ്ചാരം കുറയും, രോഗം പെട്ടെന്ന് പടരാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അപ്പോൾ ആ വഴി സ്വീകരിക്കാൻ പാടില്ല. നേരത്തെ നിർദ്ദേശിച്ചതുപോലെ കൃത്യമായ എണ്ണം കടക്കകത്ത് സൂക്ഷിക്കുന്നതിന് ജാഗ്രത കാണിക്കുകയാണ് വേണ്ടത്. വീടുകളിലേക്ക് സാധനങ്ങൾ ഫോണിൽ വിളിച്ചു പറഞ്ഞെത്തിക്കാനും ഓൺലൈൻ ഷോപ്പിംഗ് നടത്താനും സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ പരമാവധി ആ സാധ്യതകൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അങ്ങനെ വന്നാൽ പൊതുവിടങ്ങളിലെ തിരക്ക് കുറക്കാൻ സാധിക്കും. വിളിച്ചന്വേഷിക്കാൻ പറ്റുന്ന കടകളിൽ തിരക്ക് കുറവാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോകാൻ ശ്രമിക്കുക. കടകളിലെ തിരക്ക് കുറയുമെന്ന ധാരണയോടുകൂടി തന്നെയാണ് കട തുറന്നിരിക്കുന്ന സമയം ദീർഘിപ്പിക്കുന്നതിന് തയ്യാറായത്. തുണിക്കടകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അവിടെ ഓരോ ആളും വസ്ത്രങ്ങൾ ധരിച്ചു നോക്കി പാകമാണോ എന്ന് കണക്കാക്കി ഉള്ള ആ രീതി, അങ്ങനെ വസ്ത്രം എടുക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം. കടകളിൽ കയറിയാൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അനാവശ്യമായി അവിടെയുള്ള മറ്റു വസ്തുക്കളിൽ സ്പർശിക്കാതിരിക്കണം. ബില്ല് പണമായി നേരിട്ട് കൈമാറുന്നതിന് പകരം കഴിയാവുന്നത്ര ഡിജിറ്റൽ പണമിടപാട് നടത്താൻ ശ്രമിക്കണം. എല്ലാ കടകളിലും ബ്രേക്ക് ദ ചെയിൻ കൗണ്ടറുകൾ നിർബന്ധമായും സ്ഥാപിച്ചിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. കൈകൾ സാനിറ്റൈസ് ചെയ്യാനുള്ള സൗകര്യം കടകളിൽ ഏർപ്പാടാക്കുന്നുണ്ട്. കടയിൽ കയറുന്നതിന് മുൻപും ഇറങ്ങുമ്പോഴും കൈകൾ സാനിറ്റൈസ് ചെയ്തു എന്ന്
ഉറപ്പുവരുത്തണം. കടകളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ കൈകൾ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ കുളിച്ച് ദേഹം ശുചിയാക്കാനും ശ്രമിക്കണം. ഇത്തരം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് രോഗം പടരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ ഓണം നാം ആഘോഷിക്കേണ്ടത്. നാം എല്ലാവരും അത്തരമൊരു തീരുമാനത്തിലേക്കാണ് എത്തേണ്ടത്. കോവിഡ് ബാധ വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഓണത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോന്നിയിലെ പോപ്പുലർ ഫിനാൻസ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് അന്വേഷിക്കാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി കെ.ജി. സൈമണിന്റെ നേതൃത്വത്തിൽ 25 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ദക്ഷിണമേഖല ഐ.ജി. ഹർഷിത അത്തലൂരി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിദേശത്ത് സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി സംശയിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടും. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായ സ്ഥാപന ഉടമകളുടെ 2 മക്കളെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. കേരള പോലീസിന്റെ പ്രത്യേക സംഘമാണ് ഡൽഹിയിൽ പോയി ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്. കോന്നിയിലെ ഈ പോപ്പുലർ ഫിനാൻസിന്റെ ഉടമകളെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പത്തനംതിട്ട പോലീസ് പിടികൂടി. മാനേജിംഗ് ഡയറക്ടർ തോമസ് ഡാനിയേൽ, ഭാര്യയും സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറുമായ പ്രഭാ ഡാനിയേൽ എന്നിവരാണ് പിടിയിലായത്. ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായ 2 മക്കളെ കൊണ്ടുവന്ന കാര്യം നേരത്തെ ഞാൻ പറയുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനം GST കോമ്പൻസേഷൻ സംബന്ധിച്ച് നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. നഷ്ടപരിഹാരം പൂർണ്ണമായും കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ. രണ്ടാമതൊരു നിർദ്ദേശം കൂടി കേന്ദ്രം മുന്നോട്ട് വെച്ചു. 2020-21 സാമ്പത്തിക വർഷത്തെ കോമ്പൻസേഷനുള്ള തുക പൂർണ്ണമായും സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നതിന് റിസർവ് ബാങ്കുമായി കേന്ദ്രം നേരിട്ടിടപെട്ട് സഹായം നൽകും. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയെ FRBM ഇതെങ്ങനെ ബാധിക്കുമെന്നത് വ്യക്തമാക്കിയിട്ടില്ല. 2 നിർദ്ദേശങ്ങളിലും തിരിച്ചടവ് സെസ് ഫണ്ടിൽ നിന്നായിരിക്കും. ഇതിനായി സെസ് പിരിവ് നിലവിലെ കാലാവധി 5 വർഷത്തിൽ നിന്നും 2-3 വർഷം കൂടി ഉയർത്തും.
എന്തായാലും GST കോമ്പൻസേഷൻ തുകയെ കോവിഡ് മൂലമുള്ളത്, സാധാരണഗതിയിലുള്ളത് എന്നിങ്ങനെയുള്ള വേർതിരിവ് നിയമപരമല്ല. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ കേന്ദ്രം ഇത് വായ്പയെടുത്ത് നൽകുകയും വേണം. കൗൺസിലിൽ സമാനമായ നിലപാട് സ്വീകരിച്ച ധനമന്ത്രിമാരുടെ യോഗം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് വീഡിയോ കോൺഫറൻസ് വഴി നടത്തുവാൻ ശ്രമിക്കുകയാണ്. എല്ലാവരെയും ഏകോപിച്ചൊരു നിലപാട് സ്വീകരിക്കാനാണ് കേരളം ശ്രമിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിൽ നിന്നും ഏതാണ്ട് 17 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ട ഫിഷിംഗ് ബോട്ടിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ ഓഫീസർ VP പവിത്രൻ നടത്തിയ സംയോജിതമായ ഇടപെടലാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ചത്. അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അദ്ദേഹത്തെയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മറ്റുദ്യോഗസ്ഥരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. അന്വേഷണ ഏജൻസികൾ തീരുമാനിക്കട്ടെ. പക്ഷെ അപ്പോഴേക്ക് തന്നെ ഈ ജനം ടിവിയെ പോലെ ഒരു ടിവിയെ തന്നെ തള്ളിപ്പറയുന്നൊരു നില എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതൊരു കടന്ന കൈയായിപ്പോയി എന്നാണ് തോന്നുന്നത്. അത് നാടിന്റെ മുന്നിൽ അങ്ങനെ സംസാരിച്ച ഒരു പരിഹാസ്യമാകുന്ന നിലയാണല്ലോ ഉണ്ടാകുക. എല്ലാവർക്കും അറിയാലോ വസ്തുത. അപ്പൊ ടിവിയെ അങ്ങനെ തള്ളി പറയേണ്ടതുണ്ടായിരുന്നില്ല എന്നും തോന്നുകയാണ്. ഈ കേസിൽ CPM BJP ബന്ധമാണല്ലോ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ? അദ്ദേഹത്തിന് ചില സമയത്ത് എന്താണ് പറയേണ്ടത് എന്നൊരു പിടികിട്ടില്ല. അതിന്റെ ഭാഗമായുള്ള പല വർത്തമാനങ്ങളും അദ്ദേഹം പറയാറുണ്ട്. അതിന്റെ ഭാഗമായി വന്ന ഒരു പറച്ചിലെന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. സ്വർണം വന്നത് നയതന്ത്ര ബാഗേജിലല്ല എന്ന് ആദ്യം പറഞ്ഞത് കേന്ദ്രമന്ത്രി V മുരളീധരനാണ്. ഇന്നലെ ജനം ടിവിയുടെ കോർഡിനേറ്ററെ ചോദ്യം ചെയ്യാനുള്ള കാരണം ഈ സ്വപ്നയോട് അനിൽ നമ്പ്യാർ പറഞ്ഞു ഇത് നയതന്ത്ര ബാഗേജിലല്ല വന്നത് എന്ന് പറയണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അന്നേരം ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ നെഞ്ചെടുപ്പ് കൂടും എന്ന് CM പറയുന്നത് V മുരളീധരന്റെ ഉദ്ദേശമാണോ? ഞാൻ ഏത് വ്യക്തിയെ ഉദ്ദേശിച്ചു എന്നുള്ളത് ഒരു പ്രസക്തമേ അല്ല. ഇതൊരു തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ തിരിച്ചു വരാനിടയുണ്ട്, അല്ലെങ്കിൽ തിരിഞ്ഞു പോകാനിടയുണ്ട് എന്ന തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഞാനത് പറഞ്ഞത്. ആരെയും വ്യക്തിപരമായി മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. അതേസമയം ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിലുള്ള അന്വേഷണം നടന്നാൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ആ കുറ്റവാളികളായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയരായിട്ടുള്ളവർ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണെന്ന് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്. അത് ആ വഴിക്ക് നടക്കട്ടെ. അതിന്റെ ഭാഗമായി ആളുകൾ ആരാണ് എന്നുള്ളത് പുറത്തു വരട്ടെ. ഈ കഴിഞ്ഞ ദിവസം മാഹി ബൈപ്പാസ് പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അതിൽ സംസ്ഥാന സർക്കാർ കൈയൊഴിയുകയാണ്, സംസ്ഥാന സർക്കാരിനും അതിന് പങ്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? അതും അദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേകതയുടെ ഭാഗമായിട്ട് ഉള്ള ചില പരാമർശങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ആ പാലം പഞ്ചവടിപ്പാലം പോലെയായി എന്ന് പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും പഞ്ചവടിപ്പാലത്തിന്റെ കാര്യം ഇടയ്ക്കിങ്ങനെ ഓർമ്മിക്കുന്നത് നല്ലത് തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നേട്ടത്തിൽ അഭിമാനിക്കുന്നവർ പരാജയവും ഏറ്റെടുക്കണമെന്ന്. അത് ഒറ്റപ്പെട്ടൊരു തോന്നലല്ല. ആ ബൈപ്പാസ്
ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുഖ്യമന്ത്രിയാണെന്നുള്ള പ്രചരണം മറ്റൊരു വഴിക്ക് അഴിച്ചുവിടുന്നുമുണ്ട്. ഇതിൽ കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമ്മൾ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായി കാണുന്ന ഒന്നാണ് നാഷണൽ ഹൈവേ വികസന പദ്ധതി. അതിന് കേന്ദ്രത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തി യാഥാർത്ഥ്യമാക്കുക എന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട പ്രാഥമികമായൊരു ഉത്തരവാദിത്തമാണ്. അതിനാണ് സർക്കാർ ശ്രമിച്ചത്. അപ്പോഴാണ് ഭൂമിയെടുപ്പിനുള്ള പണത്തിൻ്റെ ഒരു ഭാഗം സംസ്ഥാനം വഹിക്കണമെന്ന് നിർദ്ദേശം വന്നത്. ആ പണം നൽകാൻ നമ്മൾ തയ്യാറായി. അതിൽ നാം കാണേണ്ടത് ഒരു ഭാഗം നമ്മൾ കൊടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളല്ല അതിൻ്റെ പണം മുഴുവൻ കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാർ തന്നെയാണ് പണം കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയായിട്ടാണത് വരുന്നത്. സർക്കാർ ചെയ്യുന്ന സഹായം എന്താ? സർക്കാർ ചെയ്യുന്ന സഹായം, സംസ്ഥാന സർക്കാർ ചെയ്യുന്ന സഹായം ആ ഭൂമി കലക്ടർമാർ വഴി ഏറ്റെടുക്കാനുള്ള നടപടിയാണ്. ആ സഹായം UDF സർക്കാരിൻ്റെ കാലത്ത് ചെയ്യാത്തതുകൊണ്ടാണ്, ആ ഭാഗത്ത് ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ വികസനം തീരെ നടക്കാതെ പോയത്. പക്ഷേ LDF സർക്കാർ വന്നപ്പോൾ കേന്ദ്രവുമായി നിരന്തരം ചർച്ച നടത്തി. നേരത്തെ അത് വ്യക്തമാക്കിയതാണ്. എത്രയോ തവണ കേന്ദ്രമന്ത്രിയെ കണ്ടു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഭൂമി വില വളരെ കൂടുതലാണ്, അപ്പോൾ ആ വിലക്ക് ഞങ്ങൾക്ക് എടുക്കാൻ പ്രയാസമുണ്ട്, നിങ്ങൾ പകുതി തരണം എന്നൊരു നിലപാടെടുത്തത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചർച്ച തുടങ്ങി. അങ്ങനെയാണ് 25% സംസ്ഥാനം നൽകാമെന്ന വ്യവസ്ഥ അംഗീകരിച്ചത്. അപ്പോൾ UDF കാലത്ത് നടക്കാതിരുന്നത്, അല്ലെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ കാര്യക്ഷമതയോടെ നടപ്പാക്കുന്ന നിലയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് നാഷണൽ ഹൈവേ വികസനം എന്നത് സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് എന്ന് ഒരു തരത്തിൽ പറയാം. പക്ഷേ അതിനർത്ഥം എന്താ? പദ്ധതിയുടെ നടത്തിപ്പ് സംസ്ഥാനം നടത്തുമെന്നല്ല. സംസ്ഥാനത്തിനല്ല അതിൻ്റെ ഉത്തരവാദിത്വം. സംസ്ഥാനത്തിന് പ്രവൃത്തി നടത്താനുള്ള യാതൊരു ചുമതലയുമില്ല. ഭൂമിയെടുപ്പിൽ സംസ്ഥാനം സഹകരിച്ചില്ലെങ്കിൽ ആ പദ്ധതി നടക്കില്ലായിരുന്നു. ഭൂമി ഏറ്റെടുക്കലെന്ന ഒറ്റ പ്രശ്നത്തിൽ കുരുങ്ങി അനിശ്ചിതത്വത്തിലായ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ചത്. ഇതിലെ ഓരോ പ്രവൃത്തിയുടെയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്, DPR തയ്യാറാക്കുന്നത്, ടെൻഡർ ചെയ്യുന്നത്, കരാറുകാരെ നിശ്ചയിക്കുന്നത്, കരാർ വെക്കുന്നത്, പ്രവൃത്തിയുടെ നിർവഹണം നടത്തുന്നത്, മേൽനോട്ടം വഹിക്കുന്നത്, ഗുണനിലവാരം പരിശോധിക്കുന്നത്, അളവെടുക്കുന്നത്, കരാറുകാരന് പണം നൽകുന്നത് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ എഞ്ചിനീയർമാർക്കോ സർക്കാരിനോ ഇതിലൊരു ചുമതലയുമില്ല. ഇതിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, മുഖ്യമന്ത്രി
ആ യോഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇത്തരം ഭരണ നടപടികൾ അറിയാത്ത ഒരാളല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഒന്നിലേറെ തവണ മന്ത്രിയായിരുന്നയാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാത്തതാണ് എന്ന് പറയാൻ പറ്റൂ? അപ്പോൾ എന്തോ ഒരു വിഭ്രാന്തി, അതിന്റെ ഭാഗമായി എന്തെല്ലാമോ അദ്ദേഹം പറയുകയാണ്. എന്നാൽ അതിലൊക്കെ ഒരു കാര്യം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനെയോ BJPയെയോ പറയേണ്ട ഘട്ടം വരുമ്പോൾ അതിൽ നല്ല മൃദുത്വം വരുന്നുണ്ട്, പലപ്പോഴും പറയാതിരിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിലും ഉത്തരവാദിത്വം സംസ്ഥാനത്തിന്റെ പടലിക്ക് വെക്കാൻ അദ്ദേഹം നല്ലതുപോലെ ശ്രമിക്കുന്നുമുണ്ട്. കോൺഗ്രസിൽ തന്നെ ഇപ്പൊ നടക്കുന്ന പ്രധാന ചർച്ച BJPയോട് ആര് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ അതില് രമേശ് ചെന്നിത്തലയുടെ പക്ഷം ഏതാണ് എന്ന് തീരുമാനിക്കുന്നതല്ലേ ഈ സമീപനം? നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് ഇടപെട്ട് തീർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കുതിരാൻ തുരങ്കം എപ്പോഴേ യാഥാർത്ഥ്യമാകുമായിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ തടസ്സം ഒരു റെയിൽവേ മേൽപ്പാലമായിരുന്നു എന്നത് ആ ജില്ലക്കാരനായ പ്രതിപക്ഷ നേതാവിന് അറിഞ്ഞുകൂടെ? കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനം നടത്തിയ കഥ മറന്നുപോയോ? ദേശീയപാത എന്താണെന്നുള്ള സാമാന്യ ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒന്നേ പറയുന്നുള്ളൂ, പലവട്ടം പറഞ്ഞതാണ്, സ്വന്തം ശീലം വെച്ച് മറ്റുള്ളവരെ അളക്കാൻ പുറപ്പെടരുത്. കേസിൽ മുരളീധരനെ പോലുള്ള നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം CPM-ന്റെയും LDF നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പങ്കുണ്ടെങ്കിൽ BJP ഭരിക്കുമ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അവിടേക്ക് എത്തുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ പോകുന്ന ശരിയായ ദിശയിൽ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയുണ്ടോ? ഏത് കാര്യത്തിലായി പറഞ്ഞത്? സ്വർണ്ണക്കടത്താണ്. അല്ല, സ്വർണ്ണക്കടത്ത് കേസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണത്തിന്റെ പുരോഗതിയാണല്ലോ വിലയിരുത്തേണ്ടത്, അന്വേഷണ രീതിയുമാണല്ലോ കാണേണ്ടത്. അപ്പൊ ഇന്നത്തെ ഒരു നില നോക്കിയാൽ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത് എല്ലാ ഘട്ടത്തിലും ഞാൻ പറഞ്ഞതാണ്. അത് ഭാവിയിൽ എങ്ങനെ പോകുമെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നതല്ല. പക്ഷേ ഇന്നത്തെ നിലയിൽ കൃത്യമായ വഴിക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത്. അപ്പൊ അതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. ശബ്ദമില്ല. ഹലോ CM, ഈ സ്വർണ്ണക്കടത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് അങ്ങ് പറയണ്ടേ? ശരിയായ രീതിയിലാണ് അന്വേഷണം എന്ന് പറയുന്നു. ലൈഫിൽ ഒരുപാട് അഴിമതികൾ, തട്ടിപ്പുകളൊക്കെ പുറത്തു വന്നു. അതിൽ സർക്കാരിൻ്റെതായ ഒരു അന്വേഷണം വേണ്ടേ? അല്ലെങ്കിൽ കേന്ദ്രത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞതാണ് നേരത്തെ തന്നെ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അതിലെന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ചില വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. അത് പൂർത്തിയായിരുന്ന മുറക്ക് അതിന്റെ നടപടികളിലേക്ക് നീങ്ങും. പത്രം പോലും നൽകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി. ഏത്? ധാരണാപത്രം പോലും ചോദിച്ചിട്ട് നൽകിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ്. CM, അങ്ങ് സൂചിപ്പിച്ചത്, ഇതിലിപ്പോ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ്. അത് BJPയും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നുള്ള ഒത്തുകളിയാണ് എന്നും ആരോപണമുണ്ട്. ഇതിപ്പോൾ അങ്ങ് ചിരിച്ചു തള്ളുമ്പോഴും ഈ വിഷയത്തിൽ അങ്ങയുടെ ഓഫീസിലെ ഉന്നതരടക്കം പ്രതിക്കൂട്ടിലാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിക്കുന്നതിൽ കാലവിളംബം വരുത്തുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ഒത്തുകളി എവിടെയാണ് നടക്കുന്നത് എന്ന് സ്വാഭാവികമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതല്ലേ? നമ്മൾ പറയുമ്പോൾ
ആ വാചകങ്ങളും വാക്കുകളും ശ്രദ്ധിച്ചുപയോഗിക്കണം. അത് നിങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അതെപ്പോഴും നല്ലതാണ്. എന്റെ ഓഫീസിൽ ആരെ പറ്റിയാണ്? കേൾക്കാമോ സിഎം? അല്ല, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എം ശിവശങ്കർ IAS ഉൾപ്പെടെയുള്ളവർ ആരോപണ വിധേയരായി നിൽക്കുന്നു. അരുൺ ബാലചന്ദ്രനും സ്വപ്ന സുരേഷും അടക്കമുള്ളവർക്ക് സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നവരാണ്. എം ശിവശങ്കർ എന്ന് പറയുന്നത് ഒരു കാലത്ത് എന്റെ ഓഫീസിലുണ്ടായിരുന്നു, എന്റെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രശ്നത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നപ്പോൾ തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവായല്ലോ. അതിനെ തുടർന്ന് മറ്റു ചില അന്വേഷണങ്ങൾ വന്നപ്പോൾ, അന്വേഷണങ്ങളെല്ലാം ഞാനൊന്ന് പറഞ്ഞതാണല്ലോ, അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നിലയും വന്നല്ലോ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്റെ ഓഫീസിലുള്ള ആൾ എന്ന് പറയുക? എന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ശരിയാണ്, നേരത്തെ ഉണ്ടായിരുന്നാണ്. ഇപ്പോഴെങ്ങനെയാണ് എന്റെ ഓഫീസിന് അതിന് ഉത്തരവാദിത്തം വരിക? ഇതാണ് ഞാൻ പറയുന്നത്. ചില ഉദ്ദേശങ്ങളോടെ ചില വാർത്തകൾ ചമച്ച് ചില പ്രചരണങ്ങൾ നടത്തി പോകുന്ന ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നത് അന്വേഷണം ശരിയായ വഴിക്ക് നടക്കട്ടെ, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് അവരെയെല്ലാം കണ്ടെത്തട്ടെ, അപ്പോൾ ആരുടെ നെഞ്ചിടിപ്പാണ് വർദ്ധിക്കുന്നത് എന്ന് അപ്പോൾ കാണാം എന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്. ഇവിടെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ ശേഖരിക്കുന്നതിൽ കാലവിളംബം നേരിടുന്നുവെന്നും അന്വേഷണം നേരായ ദിശയിലല്ല എന്ന് സംശയിക്കുന്നതായും ആരോപണമുണ്ട്. എന്ത് ആരോപണമാണ് ഇന്നുള്ളത്? CCTV ദൃശ്യം അതിൻ്റെതായ സമയം എടുത്തുകൊണ്ട് ശേഖരിക്കാൻ പറ്റുമല്ലോ. അത് ആർക്കെങ്കിലും എടുത്തുകൊണ്ടുപോയി പൂഴ്ത്തിവെക്കാൻ പറ്റുന്നതല്ലോ. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നാട്ടിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുക, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതല്ലേ നടക്കുന്നത്. അല്ല, CCTV ദൃശ്യങ്ങളെല്ലാം അവിടെ തന്നെ ഇല്ലേ? അത് കൃത്യമായി ആരെങ്കിലും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ കാലവിളംബമുണ്ടോ സിഎം? അത് അന്വേഷണ ഏജൻസിയോട് ചോദിക്കണോ? അന്വേഷണ ഏജൻസിക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുണ്ട്. അന്വേഷണ ഏജൻസിയും സംസ്ഥാന സർക്കാരും തമ്മിൽ വേണ്ട തരത്തിൽ ബന്ധപ്പെടുമല്ലോ. അല്ല സിഎം, അത് ആദ്യഘട്ടത്തിൽ അവരത് ഈ CCTV ദൃശ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളുടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും നടന്നതായിട്ട് അറിവില്ല. അത് ചോദിക്കുകയോ പിന്നെ കൊടുക്കാനുള്ള തീരുമാനം എടുക്കുകയോ ഒന്നും നടന്നിട്ടില്ല. അതെ, അന്വേഷണം നമ്മളല്ലല്ലോ നടത്തുന്നത്. അന്വേഷണം നടത്തുന്ന ഏജൻസിയാണല്ലോ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക. ഞാൻ അതാണല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അന്വേഷണത്തിന് പുറപ്പെടരുത് എന്ന്. അവരെ അന്വേഷിക്കാൻ വിടീൻ. എന്നിട്ട് അന്വേഷണത്തിൽ എന്തെങ്കിലും പിഴവുകൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ ഞങ്ങളിതാ ഇന്നയാളെ കണ്ടിരിക്കുന്നു, ഇന്ന വഴിക്ക് നിങ്ങൾ ചെല്ല് എന്നല്ലാലോ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടത്. അതല്ലാലോ ശരിയായ രീതി. ലൈഫ് മിഷനിൽ ഇനിയും ചില രേഖകളും വിവരങ്ങളും കിട്ടാനുണ്ടെന്ന് താങ്കൾ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഇതിന് 4.5 കോടി രൂപയുടെ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്ന് വലിയ വാർത്തയായിട്ട് പുറത്തു പറഞ്ഞത് താങ്കളുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും താങ്കൾക്ക് ഇതിനെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഈ ചാനലിൽ പറഞ്ഞതല്ലാതെ CMനോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും കാര്യങ്ങൾ വാർത്തയായി വരുന്നത്, ഏതെങ്കിലും ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് മാത്രം സർക്കാരിന് നടപടികൾ എടുത്തു പോകാൻ പറ്റില്ല. സർക്കാരിന് സർക്കാരിൻ്റെതായ രീതിയിൽ വിവരങ്ങൾ കിട്ടണം. ആ വിവരങ്ങളാണ് എന്താണെന്ന് നോക്കുന്നത്. അത് വരട്ടെ. ഏതൊരു മാധ്യമപ്രവർത്തനമല്ല പറഞ്ഞത്, അത് താങ്കളുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് താങ്കളുടെ സുപ്രധാനമായ ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരാളും അത് താങ്കളുടെ മന്ത്രിസഭയിലെ ഒരു അംഗമായിട്ടുള്ള ധനമന്ത്രി തന്നെ അത് ഓൺ ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങളിപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അത് കേട്ടുകൊണ്ടിരിക്കൂല്ലേ. എന്റെ മാധ്യമ ഉപദേഷ്ടാവ് എന്ന് പറയുന്നയാൾ എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഉപദേശം തേടേണ്ട ഒരാളാണ്. അല്ലാതെ അയാൾ സ്ഥിരമായിട്ട് എന്റെ ഓഫീസിലിരിക്കുന്നയാളോ എന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നയാളോ അല്ല, ഗവൺമെന്റ് രഹസ്യങ്ങൾ അറിയുന്നയാളല്ല, അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണുന്നയാളല്ല. സാധാരണഗതിയുള്ള നിങ്ങളെപ്പോലെ തന്നെയുള്ളൊരു മാധ്യമപ്രവർത്തകൻ. എനിക്കെന്തെങ്കിലും പ്രത്യേകമായ ചില കാര്യങ്ങൾ ഉപദേശം തേടേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഉപദേശം തേടാൻ പറ്റുന്ന ഒരാളെന്ന നിലക്ക് അദ്ദേഹത്തെ മാധ്യമ ഉപദേഷ്ടാവായി വെച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ താങ്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഒരു വകുപ്പിൽ നടന്ന വലിയൊരു അഴിമതിയെക്കുറിച്ച് അദ്ദേഹം താങ്കളോട് പറയേണ്ടതല്ലേ? അത് മാധ്യമങ്ങളോടാണ് പറയേണ്ടത്. അദ്ദേഹം നേരിട്ട് താങ്കളോട് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ? വകുപ്പിൽ അഴിമതി നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വകുപ്പുമായി ബന്ധപ്പെട്ടല്ലത്.
റെഡ് ക്രസന്റും ഏതെങ്കിലും ഒരു കോൺട്രാക്ടറും തമ്മിലുണ്ടായ ഇടപാടുകളിൽ ഏതെങ്കിലും കൂട്ടർ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് പറയുന്നതിന് ഈ മാധ്യമ ഉപദേഷ്ടാവ് എന്നതിൽ ഒരു തടസ്സവും ഇല്ല. അത് സാധാരണ നിലക്ക് അദ്ദേഹത്തിന് സമൂഹത്തോട് വിളിച്ചു പറയും, അദ്ദേഹത്തിന് കിട്ടിയ വിവരം. അത് സ്വാഭാവികമായിട്ട് നിങ്ങളായാലും പറയും, ആരായാലും പറയും. അല്ലല്ലോ, അതായത് താങ്കളെ കൂടുതൽ വെട്ടിലാക്കുന്ന സംഭവമല്ലേ അത്. ഒരു താങ്കൾ വിശ്വസിച്ച ഒരാള് ആ പോയ ഭാഗത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെയാണ് ഇദ്ദേഹവും താങ്കളോട് ഇത് പറയേണ്ടതല്ലേ. ഇത് ഒരു ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പറയുന്നത് താങ്കൾ കൂടെ ബന്ധപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് താങ്കളോട് അറിയിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്. നിങ്ങളുടെ ചാനലിന് എന്തെങ്കിലും പ്രയാസം അദ്ദേഹത്തോടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലിനുണ്ടെങ്കിൽ അത് ആ വഴിക്ക് നോക്കിക്കോ. എന്റെ വഴിയിലൂടെ അത് തീർക്കാൻ വേണ്ടി നോക്കണ്ട. അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിൽ കിട്ടിയ വിവരങ്ങൾ ശരിക്ക് പറഞ്ഞിരിക്കുന്നു. അത് നാടിനോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആ നാടിനോട് വിളിച്ചു പറയുന്നത് ഒരു തരത്തിലും ഗവൺമെന്റിനെ പ്രതികൂലാവസ്ഥയിലാക്കുന്നതല്ല, ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. റെഡ് ക്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഗവൺമെന്റ് പടലിക്ക് വരുന്നുമില്ല. അതുവരെ ഈ കേസിൽ 1 കോടിയുടെ ആരോപണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹമാണ് 4.5 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊതുജനം എന്താണ് വിശ്വസിക്കേണ്ടത്? 1 കോടി അഴിമതിയെന്നോ 4.5 കോടി അഴിമതിയെന്നോ ആണ് വിശ്വസിക്കേണ്ടത്? അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് കിട്ടിയ വിവരം അദ്ദേഹം പറയുന്നു. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ വിവരങ്ങൾ കിട്ടുന്ന മുറക്ക് പറയാം. അപ്പൊ നിങ്ങളോട് പറയാം ഇതാണ് വിവരം എന്നുള്ളത്. റെഡ് ക്രസന്റ് ഒഴിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥലത്തല്ലേ CM, സർക്കാരിന്റെ സ്ഥലത്താണ് ബിൽഡിംഗ് പണിയുന്നത്. കരാർ 2 കമ്പനികൾ, ധാരണാപത്രം വേറൊരു കമ്പനി. അപ്പൊ അതിലൊക്കെ തന്നെ ഒരു പൊരുത്തക്കേടില്ലേ? അപ്പൊ നമുക്കത് അറിയില്ല, നമുക്ക് പങ്കില്ല എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താൻ കഴിയുമോ? അത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. സർക്കാരിന്റെ ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വിവരം കിട്ടട്ടെ. അതിന്റെ ഭാഗമായിട്ട് സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. CM പറഞ്ഞു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ മാറ്റി നിർത്തി. അതോടുകൂടി അക്കാര്യത്തിൽ സർക്കാർ കാര്യക്ഷമമായ നടപടി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ അന്ന് 2 ജീവനക്കാരെ ഇതുപോലെ മാറ്റി നിർത്തുകയില്ല, അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്നും അങ്ങനെ സംഭവിച്ചതിന് ശേഷവും അങ്ങ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കവേ ആ സർക്കാർ രാജിവെക്കണമെന്നുള്ള സമരം തുടരുകയായിരുന്നു. ഇത് രണ്ട് നിലപാടുകളും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? 2 നിലപാടുകളും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ആ കമ്മീഷന്റെ മുന്നിൽ നടന്ന കാര്യങ്ങളും കമ്മീഷന്റെ മുന്നിൽ വന്ന കാര്യങ്ങളും അതിലെന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു എന്നുള്ളതും എല്ലാം നാടിന്റെ മുന്നിൽ ഇപ്പം അറിയാലോ. ഈ കമ്മീഷൻ അത് രണ്ടും ഒന്നാണെന്ന് കാണണ്ട. കമ്മീഷൻ വന്നു, കമ്മീഷന്റെ കാര്യം ക്യാബിനറ്റ് പരിഗണിച്ചു, നിയമസഭയിൽ വെച്ചു, നടപടിക്ക് വേണ്ടി പോലീസിനെ നിയോഗിച്ചു. 3.5 വർഷം കഴിഞ്ഞു. ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഇതുവരെ വന്നിട്ടുമില്ല. അപ്പൊ കമ്മീഷൻ പല ആൾക്കാരോടും മൊഴിയെടുക്കും, റിപ്പോർട്ട് സമർപ്പിക്കും. ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും പറയുന്നു സോളാർ കമ്മീഷനെ കുറിച്ച്. പക്ഷെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ഇക്കാര്യത്തിൽ സർക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അന്വേഷണം അതിന്റെ വഴിക്കല്ലേ നടക്കുക. അന്വേഷണം നടക്കട്ടെ. ഓരോ കാര്യത്തിലും അങ്ങനെയല്ലേ അന്വേഷണം നടക്കുന്നത്. പറഞ്ഞത് M ശിവശങ്കറിനെ നീക്കി, അതുകൊണ്ട് ഇനി ആ ആരോപണത്തിന് കഴമ്പില്ല എന്നാണ്. പക്ഷെ അദ്ദേഹം താങ്കളുടെ ഓഫീസിൽ ഇരുന്നപ്പോഴാണ് ഈ കടത്ത് നടന്നത്. അദ്ദേഹത്തെ നീക്കിയതുകൊണ്ട് നടന്ന സംഭവങ്ങൾ ഇല്ലാതാവില്ലല്ലോ, ആ തെറ്റില്ലാതാവില്ലല്ലോ. മറ്റൊന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞത് എന്റെ ഓഫീസിൽ ഉള്ളവരെ കുറിച്ച് കേസ് വരുന്നു എന്നാണ്. എന്റെ ഓഫീസിലുള്ള ആരാണെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വാചകം പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ശിവശങ്കർ നേരത്തെ എന്റെ സെക്രട്ടറി ആയിരുന്നു. അത് ഒരു വസ്തുതയാണ്. ശിവശങ്കർ എങ്ങനെയാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോയത് എന്ന് നിങ്ങൾക്കറിയാം. അതും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ മുൻ സെക്രട്ടറി എന്നാണ്. അതല്ല നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഇടപെട്ടത്. തീർച്ചയായും. പക്ഷെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനെ പറ്റിയാണ് അന്വേഷണം നടക്കുന്നത്. എനിക്ക് മറ്റൊന്നുകൂടി സൂചിപ്പിക്കാനുണ്ട്. മന്ത്രി സുധാകരന്റെ മകന് ജനം ടിവിയിൽ ഷെയർ ഉണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞതാണ്. അതിനകത്ത് ആരെയൊക്കെ ഷെയർ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇനി സുധാകരന്റെ മകന് ആരൊക്കെ എവിടെയൊക്കെ ഷെയർ ഉണ്ടോ എന്നുള്ളതും എനിക്കറിയുന്ന കാര്യമല്ല. നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അത് വസ്തുതാപരമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥ സ്വീകരിക്കരുത്.